ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവിൽ ഡിബേറ്റ് ടാസ്കിൽ ബിഗ് ബോസ് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു ട്വിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മത്സരിക്കുന്ന ഈ രണ്ട് ടീമുകളെ ജഡ്ജ് ചെയ്ത് വിജയായിട്ട് തീരുമാനിക്കേണ്ടത് പരാജയപ്പെട്ട ടണൽ ടീമാണ്, ജാസ്മിന്റെ ടീം. അപ്പൊ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ ആദ്യം ഊഹിച്ചിരുന്നു. പക്ഷെ അതിനെയും ട്വിസ്റ്റ് സംഭവിച്ചു. ഷിജോയും ശരണ്യുള്ള നെക്സ്റ്റ് ടീമിനെ അവര് തഴയുമെന്നാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് റോക്കിയും സുരേഷുമുള്ള ഡെൻ ടീമിനെ വിജയികളായിട്ട് തീരുമാനിക്കും. അത് ഡിബേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ഊഹിച്ച ഒരു കാര്യമാണ്. പക്ഷെ ഡിബേറ്റ് തീർന്നു കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പം വളരെ യൂണിറ്റി ഉള്ള ഒരു ടീമാണ് എന്ന് പറഞ്ഞായിരുന്നു നെക്സ്റ്റ് ടീമിന്റെ പോയിന്റ്. ഞങ്ങളുടെ ടീമിലുള്ള ഋഷിയൊക്കെ വളരെ പ്യോർ ഹാർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ അലസമായിട്ടാണ് റോക്കി സംസാരിച്ചത്. രണ്ടും വളരെ തണുപ്പൻ പോയിന്റുകളായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു റൗണ്ടിൽ രണ്ട് ടീമും വളരെ തണുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നും ഒട്ടും ശ്രമിക്കുന്നത് പോലെ പോലും ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും നമ്മുടെയും ബിഗ് ബോസിന്റെ എല്ലാം ട്വിസ്റ്റുകളെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ജാസ്മിന്റെയും രശ്മിന്റെയും അതേപോലെ തന്നെ ജിൻഡോയുടെയും അഭിപ്രായം. ഷിജോ അടങ്ങുന്ന നെക്സ്റ്റ് ടീമിനെ അവര് സെലക്ട് ചെയ്തു. രതീഷിന് പക്ഷെ അതിനോടൊട്ട് യോജിപ്പില്ലായിരുന്നു. ഡെൻ ആവണം എന്നായിരുന്നു രതീഷ് പറഞ്ഞത്. രശ്മിനും ജിൻഡോയും ജാസ്മിനും സപ്പോർട്ട് ചെയ്ത് 4-ൽ 3 ജഡ്ജുകളും തെരഞ്ഞെടുത്ത് ഷിജോ, ശരണ്യ, നോറ, സുരേഷ് എന്നിവരുള്ള നെക്സ്റ്റ് ടീമിനെയാണ്. അവരാണ് ഈ ഒരു ടാസ്കിൽ വിജയിച്ചത്. 2 പോയിന്റുകളാണ് അവർക്ക് കിട്ടിയത്. റോക്കിയുടെ ടീമായിട്ടുള്ള ഡെന്നിന് കിട്ടിയത് 1 പോയിന്റ്. ആദ്യം പുറത്തായ ടീമിന് പോയിന്റ് ഒന്നുമില്ല. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ടാസ്ക് അവസാനിച്ചു. ഈ ഒരു ടാസ്കിൽ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ളവർ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ഷിജോയുടെ ആ ഒരു ക്ലിയർ കട്ട് ആയിട്ട് സംസാരിക്കാനുള്ള മിടുക്കാണ് ഈ ഒരു ടാസ്കിൽ അവർ വിജയിക്കാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരണ്യാനന്ദും അതേപോലെ തന്നെ നന്നായിട്ട് സംസാരിച്ചു. അപ്പൊ അതായിരുന്നു നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.